കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം ജില്ലകളിലായി ഹാരിസൺ മലയാളം കൈവശം വെച്ചിരിക്കുന്ന 18,466 ഏക്കർ ഭൂമിയിൽ നിന്ന് ഒഴിപ്പിക്കാതിരിക്കാൻ ഈ മാസം 18-ന് മുമ്പ് രേഖകൾ ഹാജരാക്കണമെന്നായിരുന്നു സർക്കാർ ഭൂമി തിരിച്ചുപിടിക്കുന്നതിനുള്ള റവന്യൂ വകുപ്പ് സ്പെഷ്യൽ ഓഫീസർ MG രാജമാണിക്യം ആവശ്യപ്പെട്ടത്. എന്നാൽ രേഖകൾ ഹാജരാക്കുന്നതിന് പകരം നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന ഭൂമി സർക്കാർ ഭൂമിയല്ലെന്ന് ഹാരിസൺ മറുപടി നൽകുന്നു. ഭൂസംരക്ഷണ നിയമപ്രകാരമുള്ള സർക്കാർ നടപടി തങ്ങളുടെ ഭൂമി ഏറ്റെടുക്കുന്നതിനു വേണ്ടിയുള്ള മുൻവിധിയോടെയുള്ള കണ്ടെത്തലാണെന്നാണ് ഹാരിസന്റെ ആരോപണം. അതിനാൽ ഉടമസ്ഥാവകാശം തെളിയിക്കുന്നതിനുള്ള പട്ടയമോ കൈവശാവകാശ രേഖയോ ഹാജരാക്കേണ്ടതില്ല. സർക്കാർ ഭൂമിയാണെന്നതിന് സ്പെഷ്യൽ ഓഫീസർ വിശദാംശങ്ങൾ നൽകണമെന്നാണ് ഹാരിസന്റെ ആവശ്യം. അത് കിട്ടുന്ന മുറക്ക് മാത്രമേ നോട്ടീസിന് വിശദമായ മറുപടി നൽകൂ എന്നും കമ്പനി വ്യക്തമാക്കുന്നു. എന്നാൽ ഈ മാസം 18-നകം മതിയായ രേഖകൾ ഹാജരാക്കിയില്ലെങ്കിൽ ഭൂമി ഏറ്റെടുക്കൽ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നാണ് റവന്യൂ വകുപ്പിന്റെ നിലപാട്. ഭൂപരിഷ്കരണ നിയമവും വിദേശ വിനിമയ ചട്ടവും ലംഘിച്ച് ഹാരിസൺ മലയാളം കൈവശം വെച്ചിരിക്കുന്ന 59,693 ഏക്കർ ഭൂമി തിരിച്ചെടുക്കാനുള്ള നടപടികളുടെ ഭാഗമായാണ് ഹാരിസണിന് സ്പെഷ്യൽ ഓഫീസർ നോട്ടീസ് നൽകിയത്. കമ്പനി അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്ന മറ്റു ഭൂമികൾക്കും ഉടൻ നോട്ടീസ് നൽകും. പാട്ടക്കരാർ ലംഘനത്തിന്റെ പേരിൽ സർക്കാർ ഏറ്റെടുത്ത തൃശൂർ ജില്ലയിലെ മുപ്പിളി എസ്റ്റേറ്റിലെ 22.45 ഹെക്ടർ ഭൂമി തിരിച്ചു നൽകാനുള്ള ഹൈക്കോടതി വിധി നടപ്പാക്കാത്തതിനെതിരെ കോടതിയലക്ഷ്യ ഹർജി നൽകുമെന്ന് കഴിഞ്ഞ ദിവസം ഹാരിസൺ മുന്നറിയിപ്പ് നൽകിയിരുന്നു. കെ. സുനിൽകുമാർ, മീഡിയ 1, തിരുവനന്തപുരം.